ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ചൂടാറിയിട്ട് വേണം നമ്മൾ കൈവച്ചിട്ട് കുഴച്ചെടുക്കാൻ. സാധാരണ നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊടി ഇട്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏത് അളവിലും ഇത് ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാനിവിടെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മാവൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. എല്ലാ മാവൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളന്നിട്ടൊന്നുമല്ല എടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 കപ്പോളം അവലും കൂടെ ചേർക്കുന്നുണ്ട്. അവൽ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കാം. അവലും കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് ശർക്കര ഉരുക്കിയതൊന്ന് അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഏലക്കാപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ഏലക്ക ചേർക്കണില്ല കേട്ടോ. ഏലക്കയുടെ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉരുളകളാക്കിയിട്ടുള്ള മാവ് ഒന്ന് പരത്തിയെടുക്കണം. ഞാൻ ഇവിടെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഈ തേങ്ങയുടെ ഒരു മിക്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. നല്ല പോലെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. എല്ലാ മാവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് വേവിച്ചെടുക്കാം. ആവിയിൽ ഇഡ്ഡലി പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആവിയിലൊരു 10 മിനിറ്റ് വന്ന് വേവിച്ചെടുത്താൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.